നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ് എന്നീ രണ്ട് ബുക്കുകളാണ് പഠിക്കാനുള്ളത്. മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് 5 ചാപ്റ്ററാണ് നമുക്ക് ഈ വർഷം പഠിക്കേണ്ടത്. 6 ചാപ്റ്റർ ബുക്കിലുണ്ട്. അതിൽ 5 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിലീറ്റഡ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്, രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ, മൂന്നാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, നാലാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അഞ്ചാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇത്രയും ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ സ്പെഷ്യലായിട്ട്, നമ്മുടെ എക്സാമിന് വളരെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളും അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ്. കൃത്യമായിട്ട് പരീക്ഷ എഴുതുന്ന എല്ലാവരും കൃത്യമായിട്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ ബുക്ക് ഓപ്പൺ ചെയ്ത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം ക്രമീകരിക്കുക. നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ ഇത് സഹായിക്കും. നമുക്കറിയാം 40 ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. 40 മാർക്ക് ഇക്കണോമിക്സിൻ്റെ മൈക്രോയിൽ നിന്നും 40 മാർക്ക് നമുക്ക് നമ്മുടെ മാക്രോയിൽ നിന്നുമാണ്. പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് നമുക്കൊരു അളവുകോൽ ഇവിടെ പറയാൻ വയ്യ. എന്തായാലും ചില നമ്മുടെ നേരത്തെ വെയിറ്റേജ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ചില മാക്രോയിൽ ചില ചാപ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഞാൻ മൈക്രോ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിൽ. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന ഒരു ചോദ്യമാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്നത്. അതുപോലെ അതിൽ രണ്ടാമത്തെ ഒരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC എന്ന് നമ്മൾ ഷോർട്ട് ഫോം ചെയ്യാറുണ്ട്. ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമുക്ക് ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ മാത്രമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതുപോലെ തന്നെ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മൈക്രോ മാക്രോ ഡിഫറൻസ് എഴുതാൻ വേണ്ടി. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ട് 3 അല്ലെങ്കിൽ 4 മാർക്ക് വരെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് മൈക്രോ ആൻഡ് മാക്രോ ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് കോളം തരംതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവും പറയണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ആ 3 ചോദ്യങ്ങൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ ആണ്. തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയറിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമുക്കറിയാം മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് തന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ. അതിലെ ഒന്നാമത്തെ ഭാഗം തന്നെ നമുക്ക് ഈ ബണ്ടിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബജറ്റ് സെറ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. ബജറ്റ് സെറ്റ് ഇക്വേഷൻസ് പഠിക്കണം. ബജറ്റ് സെറ്റിൻ്റെ ഇക്വേഷൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് ബണ്ടിൽസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ബജറ്റ് ലൈൻ എന്താണ്, ഈ ബജറ്റ് സെറ്റിനെ ബജറ്റ് ലൈനുമായി കണക്ട് ചെയ്തുകൊണ്ട് എസ്സേ ചോദിച്ചിട്ടുണ്ട്. സാധ്യത കൂടുതലാണ്. അപ്പോൾ ബജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി പറയും, ബജറ്റ് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയും, ബജറ്റ് ലൈൻ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്നിവ കാണാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാൻ വേണ്ടി പറയും. ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ബജറ്റ് സെറ്റ് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഇൻഡിഫറൻസ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്നും ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് മാപ്പ്, അതായത് ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ IC എന്നാണ് ഷോർട്ട് ഫോം ചെയ്യാറുള്ളത്. അപ്പോൾ IC മാപ്പ്, ICയുടെ പ്രോപ്പർട്ടീസ്, IC എന്താണ് എന്നുള്ള 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കൊരു 2 മാർക്ക് മുതൽ ഏകദേശം 4 മാർക്ക് വരെയൊക്കെ അല്ലെങ്കിൽ 5 മാർക്ക് വരെയൊക്കെ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമായിട്ട് മനസ്സിലാക്കുക. എന്തായാലും ആ ചോദ്യം ഉറപ്പാണ്. ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ IC മാപ്പ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണ് എന്ന് ചോദിക്കും. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അതിൻ്റെ ഡയഗ്രാം വരച്ചുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി പറയുക. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ മറ്റൊരു പേര് ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്നുള്ളതാണ്. ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ 4 മാർക്കിൻ്റെ ചോദ്യം.
അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. അതായത് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിനുള്ളിൽ തന്നെ മുറിച്ച് ചോദിക്കാൻ 4 പോയിന്റുകളുണ്ട്. അപ്പോൾ 4 പോയിന്റിൽ തന്നെ നമുക്ക് പിന്നെ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. അപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് എന്ന് പറയുമ്പോൾ 2 തരം വസ്തുക്കളുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ്, മറ്റൊന്ന് കോംപ്ലിമെൻ്ററി ഗുഡാണ്. അപ്പോൾ അത് തന്നെ ചോദ്യം വേറെ വരാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണ്, കോംപ്ലിമെൻ്ററി ഗുഡ് എന്താണെന്ന് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്, എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആണ് അടുത്തൊരു പോയിന്റ്. ഇൻകം ഓഫ് ദ കൺസ്യൂമർ വെച്ചുകൊണ്ട് കൺസ്യൂമർ 2 തരം വസ്തുക്കൾ വാങ്ങുന്നു, നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, അങ്ങനെയുള്ള 2 ഗുഡുകളുണ്ട്. അപ്പോൾ എന്താണ് നോർമൽ ഗുഡ്, എന്താണ് ഇൻഫീരിയർ ഗുഡ്? ഇൻഫീരിയർ ഗുഡ് അല്ലെങ്കിൽ തരംതാണ വസ്തു, അതിന് ഉദാഹരണം എന്താണ്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 5 ഡിഗ്രികളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ 5 ഡിഗ്രികൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ അവിടെ മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയാറുണ്ട്. മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ 3 തരം മെഷർമെൻറ്റുകളുണ്ട്. പെർസെൻറ്റേജ് മെത്തേഡ്, അതുപോലെ തന്നെ ജിയോമെട്രിക് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ പെർസെൻറ്റേജ് മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ ചോദ്യം വരാറുണ്ട്. അതായത് ഒരു സാധനത്തിന് ഇത്ര വിലയാകുമ്പോൾ അതിനെ ഡിമാൻഡ് ഇത്രയാകും, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചോദ്യം തന്നിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ ചോദ്യം 3 മാർക്ക് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇക്വേഷൻ ഇതാണ്: ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന സമവാക്യമാണ്. അപ്പോൾ ആ സമവാക്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ സാധാരണ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് സപ്ലൈ 4ാമത്തെ ചാപ്റ്ററിൽ സപ്ലൈയുടെ ഭാഗത്തും അങ്ങോട്ടും ചോദിക്കാറുണ്ട്. എന്തായാലും അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ ജോമെട്രിക് മെത്തേഡ് ആണെങ്കിൽ അവിടെ നമ്മൾ പോയിന്റ് മെത്തേഡ്, ജോമെട്രിക് മെത്തേഡിന് നമ്മൾ മറ്റൊരു പേരാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ പോയിന്റ് മെത്തേഡ് എന്ന് പറയും. അവിടെ അതും നമുക്ക് സാധാരണ ചോദിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എങ്ങനെയാണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 2ാമത്തെ ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ. 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിൽ ഷോർട്ട് റൺ ലോങ് റൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ, ഹ്രസ്വകാല ഉൽപ്പാദനം, ദീർഘകാല ഉൽപ്പാദനം തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്നുണ്ട്. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടത് അവിടെ 3 തരം ഉൽപ്പന്നങ്ങൾ: ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. അത് ചിലപ്പോൾ നമുക്ക് ഈ ടോട്ടൽ പ്രോഡക്റ്റും ഒരു ക്വാണ്ടിറ്റിയും തന്നിട്ട് നമ്മളോട് ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും കാണാൻ വേണ്ടി പറയും, കാൽക്കുലേഷൻ കാണാൻ വേണ്ടി പറയും. അപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് കാണാനുള്ള സമവാക്യം, അതായത് എ പി സമം ടി പി ബൈ ക്യൂ ആണ്. അതുപോലെ എം പി സമം ടി പി മൈനസ് ടി പി ആണ്. അങ്ങനെയുള്ള സമവാക്യങ്ങൾ ഉപയോഗിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനൊക്കെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്, കാണാൻ മറക്കണ്ട. ബുദ്ധിമുട്ടുള്ള ആളുകൾ കാണുക. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. 4 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേര് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് തിയറി എന്ന് പറയും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റിട്ടേൺസ് ടു സ്കെയിൽ പഠിക്കണം. തോതനുസരിച്ചുള്ള പ്രത്യായം, IRS, CRS, DRS, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 3 പോയിന്റുകൾ, അതാണ് പഠിക്കേണ്ടത്. അതുപോലെ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അത് നമുക്കൊരു 2 മാർക്ക് 3 മാർക്കിന് ചോദിക്കുന്നതാണ്. കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കോസ്റ്റിൻ്റെ ഭാഗത്ത്, ആ ചാപ്റ്ററിൽ കോസ്റ്റിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോസ്റ്റ് കാൽക്കുലേഷൻ. നമുക്ക് 3 കോളം കോസ്റ്റിനെ സംബന്ധിച്ച് ചെലവുമായി ബന്ധപ്പെട്ട് 3 കോളം തരും. ബാക്കി 5 കോളം നമുക്ക് കാണാൻ വേണ്ടി പറയും. അതായത് കാണാൻ വേണ്ടി പറയുന്നത് എന്താ പറയുക, TVC, അതുപോലെ തന്നെ TFC, TC, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് തരിക. അതിനുശേഷം നമ്മളോട് AFC, AVC, അതുപോലെ MC, AC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. കൃത്യമായിട്ട് അത് ബോർഡിൽ നമ്മൾ വരച്ച് കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കാണാൻ മറക്കണ്ട. കോസ്റ്റ് കാൽക്കുലേഷൻ 5 മാർക്കിനാണ് സാധ്യത കാണുന്നത്. ഓക്കെ, 8 മാർക്കിന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ 5 മാർക്കിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു ചോദ്യം
ചോദ്യമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് MC അല്ലെങ്കിൽ SAC ആൻഡ് SMC എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. AC-യും MC-യും തമ്മിലുള്ള ഡിഫറൻസ് അത് കോളം, അതായത് യു ഷേപ്പ്ഡ് കർവാണ് AC-യും MC-യും. അപ്പോൾ AC എന്ന് പറഞ്ഞാലും SAC എന്ന് പറഞ്ഞാലും MC എന്ന് പറഞ്ഞാലും SMC എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഷോർട്ട് റൺ കോസ്റ്റ് എന്നുള്ള അർത്ഥമാണ് S വരുന്നത്. അപ്പോൾ ഇത് രണ്ടും യു ഷേപ്പ്ഡ് ആണ്. രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് പറയലാണ്. ഇത്രയും കാര്യങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കണം, മറക്കണ്ട. അതുപോലെ മറ്റൊന്ന് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് ഈ നാലാമത്തെ ചാപ്റ്റർ. ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ആണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഫീച്ചേഴ്സും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് അത് പഠിക്കണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് മറ്റൊരു ടോപ്പിക്ക്. ആ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്. എങ്ങനെയാണ് ഒരു സ്ഥാപനം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരു സ്ഥാപനം എങ്ങനെയാണ് ലാഭം പരമാവധി ഉണ്ടാക്കുന്നത് എന്നതാണ്. അതിനു വേണ്ടിയുള്ള 3 കണ്ടീഷൻസ് ഉണ്ട്, 3 വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നും ചോദിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നതെന്ന് ചിത്രസഹിതം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. 5 അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു കാര്യം മറക്കണ്ട. അതുപോലെ ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൺ പോയിന്റ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൺ പോയിന്റ് മറക്കാതെ പഠിക്കുക. ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൺ പോയിന്റ് മറക്കാതെ പഠിക്കുക. അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലൈ കർവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട്, യൂണിറ്റ് ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് പ്രൈസ് ഉണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അത് വിവരിച്ച് എഴുതേണ്ടി വരും. 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടു നമ്മുടെ മോഡൽ എക്സാമിന്. എന്തായാലും വരുന്നതാണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ് എന്നുള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. അവിടെ നമുക്ക് ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. എക്സസ് ഡിമാൻഡ് എന്താണ്, എക്സസ് സപ്ലൈ എന്താണെന്ന് പഠിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദ്യം. എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, അതുപോലെ തന്നെ പ്രൈസ് സീലിംഗ് എന്താണ്, പ്രൈസ് ഫ്ലോർ എന്താണ്, അത് വിത്ത് ഇല്ലസ്ട്രേഷൻ ആണ്, ചിത്രസഹിതം ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. പ്രൈസ് സീലിംഗ്, അതുപോലെ പ്രൈസ് ഫ്ലോർ. പ്രൈസ് സീലിംഗ് വില പരിധി, അതുപോലെ തന്നെ പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറവില. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 5 ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞൊന്നും നോക്കണ്ട. ഗ്യാരണ്ടീഡ് ആണ്. മുഴുവനായിട്ടും പഠിക്കുക, പറഞ്ഞത് കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കാൻ അറിയാത്തവർ ചാനലിൽ വീഡിയോ ഉണ്ട്, എടുത്ത് കണ്ട് പഠിക്കുക. ദിവസങ്ങളുണ്ട്, നിങ്ങൾ ഉഴപ്പാൻ നിൽക്കണ്ട, നല്ല മാർക്ക് ഉണ്ടാക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. പലരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും നമ്മുടെ ചാനൽ കാണുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നു, പക്ഷേ അതിന് തിരിച്ചൊരു പ്രത്യുപകാരം നിങ്ങൾ ചെയ്യുന്നില്ല. തീർച്ചയായും നിങ്ങളിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നല്ല വീഡിയോകൾ ചെയ്യാൻ നിങ്ങളുടെ ലൈക്കൊക്കെ നമ്മൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്നാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതുമായി നമുക്ക് ഉടനെ കാണാം. നന്ദി, നമസ്കാരം.